സ്ഥാനം. ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപഴകാൻ ഒരവസരവും ഇല്ല, അത് എവിടെയുമില്ല. ജീവിതത്തിൽ ഒരു രംഗത്തും ജിന്നുകളുമായി ഇടപഴകാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിലക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും ഒരു ചാൻസ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. നമുക്ക് അനുവാദമുള്ളത് മനുഷ്യന്മാരായ നമ്മൾ ഇടപഴകുന്ന ആളുകളുമായുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ അസ്ബാബുകളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ഇനി മനുഷ്യന്മാരോടാണെങ്കിൽ തന്നെ വ്യവസ്ഥകൾക്ക് അപ്പുറമാണെങ്കിൽ അത് ശിർക്കായി മാറും. ഒരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യരോട് പറഞ്ഞു എന്നെ ഹിദായത്തിലാക്കണേ, അത് ശിർക്കാണ്. ആ മനുഷ്യരോട് പറഞ്ഞു പഠിച്ചതൊന്നും തലയിൽ നിൽക്കുന്നില്ല, പഠിക്കാൻ നിങ്ങൾ എനിക്കൊരു തൗഫീഖ് നൽകണേ, അത് ശിർക്കാണ്. ഇനി രോഗം ശിഫയാക്കി തരണേ, അത് ശിർക്കാണ്. അത് മനുഷ്യനായാലും ശിർക്കാണ്. അപ്പൊ ജിന്നായാലേ ശിർക്കാവുള്ളൂ എന്നില്ല. ഒരു ശിർക്കായ തേട്ടം മനുഷ്യനോടായാലും ശിർക്കാണ്, ജിന്നോടായാലും ശിർക്കാണ്. ശിർക്കല്ലാത്ത ഒരു സഹായ ചോദ്യമാണോ മനുഷ്യനോടാകുമ്പോൾ അനുവദനീയമാണ്, ജിന്നുകളാകുമ്പോൾ അതുപോലും അനുവദനീയമല്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ജിന്നുകളുമായുള്ള ഒരു ഇടപാടുകളും നമുക്ക് അനുവാദമില്ല. അതിനാൽ എവിടെ ശബ്ദം കേട്ടാലും ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കും എന്നല്ല വിചാരിക്കേണ്ടത്, അവിടെ ഇൻസാണ് എന്ന് വിചാരിക്കുക. ഇനി ഇൻസാണെന്ന് മനസ്സിലായി നമുക്ക് അനുവാദമുള്ള കാര്യമാണ് ചോദിക്കാം. അതല്ലെങ്കിൽ എവിടെ വെച്ചാണെങ്കിലും തേട്ടങ്ങൾ പ്രാർത്ഥനകൾ അത് റഹ്മാൻ റബ്ബിനോട് മാത്രം നിർവഹിക്കുക. ഹാദാ വല്ലാഹു അഅലം. അതായത് ശബ്ദം കേട്ടിട്ട് ജിന്നാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ ഞാൻ വിശദീകരിച്ചത്. അതായത് ഞാൻ ഇവിടെ ചോദിച്ചത് അതിന് ചോദിക്കാനുള്ള കാരണം, അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണെന്ന് വിചാരിച്ച് ചോദിച്ചാൽ അത് ശിർക്കല്ലെന്ന് താങ്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് തന്നെ ചോദിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിജനമായ സ്ഥലത്ത്, ആരും രക്ഷിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ വിചാരിക്കണേ അത് ജിന്നെന്ന്, ഞാൻ അത് ജിന്നാണെന്ന് വിചാരിക്കണമെങ്കിൽ എനിക്ക് ജിന്നിനോടുള്ള സഹായം കിട്ടുമെന്നാണല്ലോ അതിൻ്റെ വിശ്വാസം. അപ്പോൾ ആ ചോദ്യം, ഞാൻ ചോദിക്കുന്ന ആ ചോദ്യം ശിർക്കാണോ അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആ ചോദിച്ച ചോദ്യം എന്നെ സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ഞാൻ ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ശിർക്കാണോ എന്നാണ് ചോദിച്ചത്. അതിനുള്ള ഉത്തരമാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അല്ല, ശിർക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കേണ്ടത്, ഇപ്പോ ഫൈസൽ വലി മറുപടി പറഞ്ഞു. ഈ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ശിർക്കാണെന്നാണോ അല്ലാണെന്നോ? ഉത്തരം വ്യക്തമല്ല. കാരണം ഫൈസൽ മുസ്ലിയാർ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് തന്നെ പറഞ്ഞതാണ്, വിജനമായ സ്ഥലത്തൂടെ നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം സഹായാർത്ഥനയല്ല, ശിർക്കല്ല എന്നാണ് അദ്ദേഹം എന്നെ വിശദീകരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി, ആ പെട്ട സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടെ ഒരു ജിന്നുണ്ടെന്ന്, ആ ജിന്നിനോട് ഞാൻ ചോദിക്കുന്നത് എന്നെ സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ശിർക്കാണോ എന്നാണ് ചോദിച്ചത്. ഫൈസൽ മലി ഒന്നുകൂടി പറയാതെ, എന്നാലും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടെ. നമുക്കൊക്കെ ഉത്തരം നേരത്തെ പറഞ്ഞിരുന്നത് വ്യക്തമാണ്. ഇനി നിങ്ങളുടെ പേഴ്സണലായുള്ള സംസാരത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. വിശദമായി തന്നെ വ്യക്തമാക്കി പറഞ്ഞു. അത് തന്നെയാണ് എവിടെയും പറയാനുള്ളത്. പ്രാർത്ഥനയാണോ ആരാധനയാണോ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത്, അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതുമൊന്ന് ആ ജിന്നിന് താങ്കൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ എങ്കിൽ ഇബാദത്താണ്, ശിർക്കാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ്. അല്ല, അള്ളാഹ്ക്ക് അവകാശപ്പെട്ട ഒന്നും വകവെച്ച് കൊടുക്കുന്നില്ല എങ്കിലോ എങ്ങനെ ശിർക്ക് പറയാം? ശിർക്കല്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒന്നും വകവെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ശിർക്കാവില്ല. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും വകവെച്ച് കൊടുത്താലോ ശിർക്കാവുകയും ചെയ്തു. അത് ജിന്നായിക്കൊള്ളുമെന്നില്ല. അതേപോലെ ജിന്നാവട്ടെ ഇൻസാവട്ടെ എന്താവട്ടെ ഏതു സൃഷ്ടിയും അവിടെയൊക്കെ ഇതാണ് ശിർക്കിന്റെ ബേസ്. അത് നിങ്ങൾ ഒറ്റപ്പെടാൻ പോകേണ്ട കാര്യമില്ല, വിജയപ്രദേശത്ത് എത്തേണ്ട കാര്യമില്ല, ശബ്ദം കേൾക്കാൻ കാത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടൊന്നും തൗഹീദ് ശിർക്കിൽ മാറ്റം വരുന്നില്ല. ഇത് ശബ്ദം കേട്ടു എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു, പറ്റുമെങ്കിൽ സഹായിക്കും, ഇല്ലെങ്കിൽ സഹായിക്കൂല, അത്രയേ ഉള്ളൂ. അല്ല അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാരും ജീവിതത്തിൽ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. നമ്മളാരും ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവെന്ന് വിചാരിക്കുക. എന്തേ മലക്കാവെന്ന് വിചാരിക്കാത്തത്? എന്തേ ഇത് പക്ഷിയാവെന്ന് വിചാരിക്കാത്തത്? എന്തേ മൃഗമാവെന്ന് വിചാരിക്കാത്തത്? അതെന്തേ എനിക്ക് തോന്നണമെന്ന് വിചാരിക്കാത്തത്? എന്തേ ഞാൻ കാണാത്തൊരു മനുഷ്യനപ്പുറത്തുണ്ടാവും വിചാരിക്കാത്തത്? അവിടെ വേറെ ചില അസുഖങ്ങളാണ്, അത് വേറെ ചില അസുഖങ്ങൾ. ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിരിക്കുന്നു വിചാരിച്ചു എന്ന് പറയാൽ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. എങ്കിൽ ഈ സംശയമൊക്കെ തീരും. ഞങ്ങളൊക്കെ ശബ്ദം കേട്ടാൽ ആദ്യം വിചാരിക്കൽ മനുഷ്യന്മാരായിരിക്കുന്ന, ഒരാളും കാണുന്നില്ല എന്നാൽ വല്ല പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കുന്ന കാര്യം, അതും കാണുന്നില്ല എന്നാൽ ഒരു പക്ഷെ തോന്നിയിലായിരിക്കും ശബ്ദമൊന്നും ഉണ്ടാകും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കും വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന്. അല്ലാതെ ആദ്യം തന്നെ ശബ്ദം കേൾക്കുമ്പോഴേ ജിന്നാവ് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പാടുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് പോകും. നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിൻ്റെ തോന്നൽ തന്നെ കാരണമായി മാറും. ഒരു സഹോദരൻ എവിടെ പോയി പെട്ടാലും ഒന്ന് അള്ളാഹ് വിളിക്കുക, രണ്ട് അള്ളാഹ് അനുവദിച്ച ഇത്തരം ന്യായമായ വഴികൾ ഉപയോഗപ്പെടുത്തുക. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അത് ഇനിയും ഇത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. അല്ലാഹു അക്ബർ. ശരി, ഞാനിത് ഇവിടെ തന്നെ വായിക്കരുത്. രാത്രിയുടെ ഇരുളിൽ
തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരു മനുഷ്യൻ. ശബ്ദം കേൾക്കുന്നില്ല. ആ ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന ചോദ്യം അഭൗതികമായതോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് ചോദിക്കുന്നതല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ലെന്നാണ് ഇവിടെ എഴുതിയതും ഫൈസൽ മുസ്ലിയാർ വാദിച്ചത്. അതായത് ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പെട്ടുപോയി. ഞാൻ അവിടെ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ ചോദിക്കണേ എന്നെ ഒന്ന് രക്ഷിക്കാമോ, എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ആ സഹായാർത്ഥന ശിർക്കല്ലെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ചോദിച്ചത്. ഞാൻ ആ ചോദിച്ച ചോദ്യം ശിർക്കാണോ എന്ന്. അപ്പോൾ താങ്കൾ വ്യക്തമല്ലാത്ത രീതിയിലാണ് പറയുന്നത് മറുപടി. ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം ശിർക്കാണോ? ഇനി ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ശിർക്കാവുന്നത്, ശിർക്കല്ലാത്തതാണ്? ജിന്നിനോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് ശിർക്കാവുന്നത്, ഏത് ചോദ്യം ചോദിച്ചാലാണ് ശിർക്കല്ലാണ്ടാവുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? അത് തന്നെയല്ലേ നമ്മൾ തുടക്കത്തിൽ മുതലേ പറഞ്ഞത്. അതായത് ഇതൊരു തർക്കത്തിൻ്റെ വേദിയല്ല. ഞാൻ മുഴുവനായിട്ടും പറയട്ടെ, നിങ്ങൾ ഇരിക്കി. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് ഒരു തർക്കത്തിൻ്റെ വേദിയല്ല, ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ല. ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് താങ്കൾ ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ താങ്കൾക്കുള്ള ഉത്തരം ഇപ്പോൾ താങ്കൾ വായിച്ച വരിയിൽ തന്നെയുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അഭൗതികമായ മാർഗത്തിലുള്ള വിളിയാണോ വിളിച്ചത്? ശിർക്ക് തന്നെയാണ്. എന്ത് സംശയം? അഭൗതികമായ മാർഗത്തിലുള്ള വിളിയാണോ വിളിച്ചത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള സഹായത്തേട്ടമാണോ ചോദിച്ചത്? ശിർക്കാണ്. അഭൗതികമായ മാർഗത്തിലുള്ളതല്ല, ഭൗതികമായതാണ്. അതേസമയം കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എങ്കിൽ ആ വിളി അത് ശിർക്കല്ല. എന്നാൽ അത് ജിന്നിനോടാണ് എങ്കിൽ പറ്റൂല, അത് ഹറാമാണെന്നാണ് പറഞ്ഞത്. പറ്റൂല, ഹറാമാണ്. ഇനി അതിലെന്താ വ്യക്തമാകാനുള്ളത്? അത് തന്നെയാണ് തുടക്കം മുതലേ ഈ 2 പ്രാവശ്യം ചോദ്യം ചോദിച്ചപ്പോഴും പറഞ്ഞത്. അതിൽ പറഞ്ഞതിന് എതിരിൽ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ആ എഴുതിയത് എന്താണോ ആ എഴുതിയത് തന്നെയാണ് പറയാനുള്ളത്. അതിൽ യാതൊരു മാറ്റമില്ല. ഇനി അതിനേക്കാൾ കൂടുതൽ വേറെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാന്നല്ലാതെ ആ ചോദ്യത്തിൽ ഇനി പ്രത്യേകിച്ച് എന്തില്ല, നമ്മളെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. മാലിക് സൽഫി ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. അല്ല, ശിർക്കല്ലെന്നാണ് വാദം. അങ്ങനെ? അതെ, ശിർക്കല്ലെന്നാണ് വാദം. ആ എഴുതിയ രൂപത്തിലാണെങ്കിൽ ശിർക്കല്ല, പക്ഷെ ആ ചോദ്യം ഹറാമാണ്. അല്ല, ഹറാമാണെന്ന് ഇതിലില്ല, ശിർക്കല്ലെന്നാണ് പറഞ്ഞേക്കണത്. ഹറാമാണ് എന്ന് നമ്മളിപ്പോ ഇവിടുന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു അതുപോലെ. അപ്പൊ ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ശിർക്കാവുന്നതും ശിർക്കല്ലാത്തതും പറഞ്ഞു. ഞാൻ ആ സഹോദരനോട്, നിങ്ങളുടെ പേരെന്തേനു? ഹാരിസ്. നിങ്ങൾ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, കുറച്ച് വായിച്ചിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. അപ്പം നിങ്ങളൊരു ഏകദേശം 2012 മുതൽ ഈ ലേഖനം വിവാദ വിഷയമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മുഖാമുഖത്തിലും ഈ വിഷയം ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചെയ്യേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു. നിങ്ങളെ ലേഖനം മുഴുവനായിട്ടെങ്കിലും ഒന്ന് വായിക്കണം. മനസ്സിലായോ? ആ ലേഖനത്തിൻ്റെ ഹെഡിങ് അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്നാണ്. സമസ്തയുടെ നേതാവായിട്ടുള്ള അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നൊരു ലേഖനമാണത്. അതിൻ്റെ തുടക്കം തന്നെ അമ്പലക്കട ഫൈസി തൻ്റെ പുതിയ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ വിവരക്കേടുകൾ ചന്ദ്രിക ദിനപത്രത്തിലൂടെയും സത്യധാര മാസികയിലൂടെയും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടു നോക്കി. പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം മാത്രമാണ് പരമമായ വിനയം ഇബാദത്തും ആവുകയുള്ളൂ എന്ന തൻ്റെ പുതിയ വാദത്തിലൂടെ അബൂജഹലിനെ വെള്ളപൂശി തൗഹീദുള്ളവനാക്കി മാറ്റി. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പ്രധാന ദൈവമെന്ന നിലയിൽ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നെന്നും സാത്തിദാരിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയാം. അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ മൗലവി പഠിപ്പിച്ചതെന്ന് ഫൈസി വാദിക്കുന്നു. അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമർ മൗലവി ഉദ്ദേശിച്ചത്. മറിച്ച് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്കതീതവും സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മൗലവിയുടെ ഉദ്ധരണി ഫൈസി തെളിയിക്കട്ടെ. ഫൈസി: ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റ ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമേത്തി അടിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അഭൗതികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമോ
ആണെന്ന് വരുന്നില്ല. ഇതിന് തർക്കമല്ലല്ലോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ തർക്കമുണ്ടോ? ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. യെസ്സോറിന് പറഞ്ഞാൽ മതി. ഇപ്പൊ വായിച്ച് തർക്കമുണ്ടോ? അല്ല, ഈ മൗലൂദിലെ തെറ്റ് മനസ്സിലാക്കാൻ മൗലൂദ് മൊത്തം പാരായണം ചെയ്യണം. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ മാത്രം ശ്രമിച്ചാൽ പോലെ. ഞാൻ ചോദ്യം പറഞ്ഞ ചോദിച്ചത് ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതും ശിർക്കല്ലാത്തതും? അതെ, അത്രയും പറഞ്ഞാൽ മതി. ഏതാണ് നിങ്ങൾ വായിച്ചത്? അതല്ല, നിങ്ങൾ ആദ്യം ചോദിച്ചതല്ല. നിങ്ങൾ ആദ്യത്തെ ചോദ്യം അതല്ല. ആദ്യത്തെ ചോദ്യം നിങ്ങൾ ജബ്ബാർ മൗലവി കേൾക്കണം. ഇല്ല, ആദ്യത്തെ ചോദ്യം എന്റെ ചോദ്യം തന്നെ കൃത്യം. ഞാൻ ഒരു സ്ഥലത്ത് ആരും രക്ഷിക്കാനില്ലാത്ത സ്ഥലത്ത് പെട്ടുപോയി. ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ച ജബ്ബാർ മൗലവി എഴുതിയാണല്ലോ. ചോദിക്കാൻ അനുവദിക്കൂ. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി 3 അവസരം തന്നില്ല. ഇനി എന്റെ സംസാരം കേൾക്കും. ഓക്കെ, ഇനി കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല. അതേസമയം തൻ്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബ്രീലാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബ്രീലെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് തേടിയാൽ അത് ശിർക്കാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ജിബ്രീലിനോട് ഈമാൻ കൊണ്ട് തേടിയാൽ ശിർക്കാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ, ഇതെന്തിനാണ് ജബ്ബാർ മൗലവി ഇതിന് അമ്പലക്കടം മറുപടിയാണ് പൈസയ്ക്ക് മറുപടി. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കുമ്പോൾ അതൊരു മയ്യത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം മൊയ്തീൻ ഷേഖിൻ്റെ ശബ്ദമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഉറപ്പാണല്ലോ, തർക്കമല്ല. ആ ശബ്ദം ഒരു മരിച്ചുപോയ മൊയ്തീൻ ഷേഖിൻ്റെ ശബ്ദമാണ് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. കാരണം അങ്ങനെ ഒരു കാര്യകാരൻ അവിടെ അല്ല, ആളെ കാണുന്നില്ല. തൻ്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ? ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്നെ ഈ കുടുക്കിൽ രക്ഷപ്പെടുത്തണം, എനിക്കൊരു വെളിച്ചം ആവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികയുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ഞാൻ ചോദിക്കുന്നു, ഈ 3 കാര്യങ്ങളാണ് ജബ്ബാർ മൗലവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ആ ചോദ്യം അബൗദികമായ ചോദ്യമല്ല. അത് അബൗദികമായ ചോദ്യമാണെന്ന് KNM എപ്പോഴാണ് പറയാൻ തുടങ്ങിയത്? 2005-6-11 ശേഷമാണ് KNM ഈ ചോദ്യം അബൗദികമായത്. ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരനായ അനസ് മുസ്ലിയാർ ഇതിലെവിടെയാണ് ശിർക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ കൽപ്പിക്കാൻ ഞങ്ങളപ്പെടും. ക്ഷമിക്കും. ഈ ചോദ്യം അബൗദികമല്ല എന്ന് 2012 വരെ 5-6-11 വരെ അനസ് മുസ്ലിയാർ പറഞ്ഞു. പിന്നീട് മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞത് മാറ്റി പറഞ്ഞു. ഈ രണ്ടാമത്തെ കാര്യം. ഇനി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതോ? ഈ ചോദ്യത്തിൽ എന്താണ് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളത്? 2012 വരെ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല. 2005-6-11 ശേഷം അപ്പുറത്തായി. സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത തേടുകയില്ല. അതുകൊണ്ട് ആ സഹായാർത്ഥന ശിർക്കല്ല. ഇനി ഞാൻ ആ സഹോദരൻ ചോദിക്കും, നിങ്ങളുടെ വാദം ശിർക്കാണെന്നാണല്ലോ അല്ലേ? ഇത് ശിർക്കാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലുമാണ് പങ്കു ചേർക്കുമ്പോൾ ശിർക്കുന്നത്. ഈ ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലാണോ പങ്കു ചേർക്കുന്നത്? ചോദ്യം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്. ജബ്ബാർ മൗലവി പറഞ്ഞു ശിർക്കല്ല. ശിർക്കാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ അള്ളാഹുവിനെ പോലെ അള്ളയാണെന്ന് വിശ്വസിക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ പങ്കു ചേർക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും അഫ്ആലുകൾ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സൃഷ്ടിക്ക് ചെയ്യാൻ കഴിയും വിശ്വസിക്കണം. ഇതിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഈ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലാണോ പങ്കു ചേർത്തിട്ടുള്ളത്? അത് മാത്രം പറഞ്ഞത്. അള്ളാഹു സൃഷ്ടാവാണ്, ഗായിബാണ്. ജിന്ന് സൃഷ്ടിയാണ്, ഗായിബാണ്. അദൃശ്യമായ രീതിയിലൂടെയാണ്. അള്ളാഹുവിന്റെ പറയട്ടെ, ഞാൻ പറഞ്ഞു. ഈ 2 പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ, അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കുചേർക്കൽ? കാരണം ജിന്നിന്റെ സഹായം അള്ളാഹുവിന്റെ പങ്കുചേർത്തതിന് അള്ളാഹുവിന്റെ ഗായിബ് എന്നുള്ളതാണ്. അല്ല, പങ്കുചേർക്കലല്ലേ. ഞാൻ ചോദിക്കണതല്ല, അള്ളാഹുവിന്റെ ഏതിലാണ് പങ്കു ചേർത്തിട്ടുള്ളതാണ്? അള്ളാഹിന്റെ ഗായിബ് എന്നുള്ളതിനാണോ? ഞാൻ പറഞ്ഞോട്ടെ, ജിന്നിന്റെ ഒരു പ്രവർത്തനവും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മൗലവിയും പറഞ്ഞു തരുന്നു. എങ്കിൽ ജിന്നിനോടുള്ള ഏത് കാര്യമാണ്, ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടിയും പറയുന്നില്ല. കാരണം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ശിർക്കല്ലെന്ന് എഴുതിയിട്ടുണ്ട്. സഹോദരൻ, ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്. ഒരു കാര്യം ഇപ്പൊ കള്ളുടിക്കൽ ശിർക്കാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും എങ്ങനെ ശിർക്കാക? ഇത് ശിർക്കാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലാണോ അഫ്ആലാണോ സിഫാത്തിലാണോ പങ്കു ചേർക്കുക നിങ്ങൾ പറയണം. അപ്പോഴേ നിങ്ങൾ ശിർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞു അള്ളാഹു ഗായിബാണ്, ജിന്ന് ഗായിബ്. അപ്പൊ എന്റെ ചോദ്യം, അള്ളാഹു ഗായിബായത് പോലെയാണോ ജിന്ന് ഗായിബാത്? എങ്കിൽ നിങ്ങൾ ശിർക്കിലാണ്. അപ്പൊ ജിന്നിനോടുള്ള ചോദ്യം, ഏത് ചോദ്യമാണ് ശിർക്കാവുന്നത് ഒന്ന് പറയാമോ? അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യം ജിന്നോട് ചോദിച്ചാൽ, ജിന്നോട് എന്നല്ല ഒരു പടപ്പിനോട് ചോദിക്കണ്ട, ചോദിക്കാമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്.
അതായത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം അതെ. ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും ഷിർക്കാണ്. ഷിർക്കാണ്. അല്ലേ? അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഷിർക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോകത്ത് ഷിർക്കില്ലേ? ലോകത്ത് ഷിർക്കില്ലല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് സൃഷ്ടാവാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. സൃഷ്ടാവെന്ന് വിശ്വസിക്കണ്ട. സൃഷ്ടാവെന്ന് വിശ്വസിക്കാൻ ഞാൻ ചുരുക്കത് ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിച്ച നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾ ഈ ഒരു കഷ്ടം വിളിച്ചിട്ട് മാത്രം ചോദിക്കാമെന്നാണ്. അള്ളാഹുവിന്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ്. സഹോദരൻ തർക്കിക്കാനാണെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം. ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് കനം കൂടുതൽ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, ശരിയല്ല. അള്ളാഹുവിന്റെ വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് കാര്യം ശിർക്കാന്ന് പറയരുത്. മോനെ ക്ലിപ്പുണ്ടോ? ഈ ഇസ്ലാം ഉയർത്തിക്കാൻ 2012 വരെ 5, 6, 11 വരെ നിങ്ങൾ ശിർക്കല്ല എന്ന് പറയുകയും അതിന് ആയത്തോതുകയും ചെയ്തിട്ട് ഈ 2012 ശേഷം അത് ശിർക്കാകണമെങ്കിൽ അങ്ങനെ ശിർക്ക് ഇസ്ലാമിലില്ല. ആദം നബിന്റെ കാലത്ത് ശിർക്കായത് ഇന്നും ശിർക്കാണ്. അത് ഇലാ യൗമിൽ ഖിയാമത്ത് ശിർക്കാകും. 5, 6, 11 അബ്ദുറഹ്മാൻ സലഫി അവതരിപ്പിച്ച ശിർക്ക് അത് കേന്ദ്രമന് സ്വീകാര്യമായിരിക്കാം, മുജാഹിദുകൾക്ക് സ്വീകാര്യമല്ല. ഇനി കേട്ടോ, ഇതേ വിഷയം ക്ലിപ്പുണ്ടോ? റെഡിയുണ്ടോ? ഓക്കെ. ഇതിനൊക്കെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്. ഓക്കെ, ആ ക്ലിപ്പിന്റെ സ്ക്രീനിൽ നിന്ന് കാണിക്കുക. ആ ക്ലിപ്പിന്റെ അനസ് മുസ്ലിയാരുടെ വേദി എന്ന് കാണിച്ചു കൊടുക്കുമോനെ. മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം മുജാഹിദ് സംസ്ഥാന സമ്മേളനം. അനസിന്റെ ആദർശമല്ല അവിടെ പറഞ്ഞിട്ടുണ്ട്. അനസ് മൗലവിയുടെ ആദർശമല്ല, മുജാഹിദിന്റെ ആദർശമാണ് അനസ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. അനസ് മുസ്ലിയാരുടെ ആദർശം പറയാൻ വേണ്ടിയിട്ട് കേരളം വേദി വെട്ടി കൊടുക്കില്ല. എന്താണോ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തോട് പറയാനുള്ളത് ആ ആദർശത്തിന്റെ പേരിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ ആ സീഡിന്റെ പേരെന്താ? അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കുന്നോട് പൊളിച്ചത്. അതന്നെയാണ് ഇവിടെ ജബ്ബാർ പോലെയും ചെയ്തിട്ടുള്ളത്. അമ്പലക്കടവിനെ പൊളിച്ചടക്കുകയാണ് ആര്? അനസ് മുസ്ലിയാർ മുജാഹിദ് വേദിയിൽ നിന്ന് പൊളിച്ചടക്കി, ഇസ്ലാഹിലൂടെ അബ്ദുൽ ജബ്ബാർ മൂലം പൊളിച്ചടക്കി. ഇനി ഇതേ വിഷയം സഹോദര ചിന്തിക്ക്. അള്ളാഹുവിന്റെ ദീൻ ഒരു കാര്യം ശിർക്ക് എന്നൊക്കെ പറയണമെങ്കിൽ അത് ചില്ലറ ഒരു ഹറാമും ഹലാലും തീരുമാനിക്കാൻ നമുക്ക് അത് അധികാരം നിന്നിട്ടില്ല. പിന്നെ ശിർക്കിന്റെ കാര്യം ഇത് നിങ്ങൾ KNMന്റെ നേതൃത്വത്തോടൊക്കെ വളരെ വിനയത്തോട് നിങ്ങൾ പറയാമെന്ന് വെച്ചാൽ, ഇനി ജിന്നിനോട് ചോദിക്കുന്നതിൽ ശിർക്കല്ലാത്തതുണ്ടോ എന്ന് അനസ് മുസ്ലിയാരോട് തിരുവനന്തപുരത്ത് ചോദിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന ക്ലിപ്പുണ്ട്. ഇനി ക്ലിപ്പിടുമ്പോൾ നിങ്ങൾ ബേജാറാണ്ട. ഇതിനൊന്നും അനസ് മുസ്ലിയാർ പറഞ്ഞ ഖുർആനിൽ ആയത്തോതാൻ കഴിയില്ല. അനസ് മുസ്ലിയാർ പറഞ്ഞത് മുജാഹിദ് വേദി 2002 മുമ്പ് പറഞ്ഞതിൽ അള്ളാഹിന്റെ ഖുർആനിൽ ആയത്തുണ്ടാവില്ല. അത് ക്ലിപ്പ് തന്നെ നമുക്ക് തെളിവുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതേ ചോദ്യം പിന്നെ ഇബാദുള്ളയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം ഈ സൽസബീലിലേക്ക് ഉമർ മൗലവിക്ക് കൊടുത്തല്ലോ. ഈ സൽസബീലിൽ കൊടുത്ത മറുപടി ഇന്നത്തെ CD ടവർക്കാർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചോളി. മറുപടി ഇന്നിപ്പോൾ പറയണ്ട. എന്താണ് ഈ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം, ഇനി അത് ഉമർ മൗലവിന്റെ മറുപടി ഇല്ലാന്ന് പറയണ്ട, ഈ മറുപടിയിലുള്ളത് സൽസബീലിന്റെ അഭിപ്രായം തന്നെയാവുന്നു. ഈ മറുപടിയിലുള്ളത് സൽസബീലിന്റെ അഭിപ്രായം. എന്താ സൽസബീൽ വന്നിട്ടുള്ളത്? യായിബാദിന്റെ വിഷയം പറ. ഈ ഹദീസ് ബലഹീനമാണ്, തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പര സെയ്ദ് ബിൻ അലി എന്നാൾ അത് ഉത്തബയെ കണ്ടിട്ടില്ല. അതിനാൽ സന്ത് മുറിഞ്ഞതും തന്നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മൊയ്തീൻ ശേഖ് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ശേഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി വെട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീൻ ശേഖിനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫറായി പോകും. ഒരു സൃഷ്ടിയുടെയും പേരെടുത്ത് പറഞ്ഞു തേടാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. ഇത് പറഞ്ഞിട്ട് ഉമർ മൗലവി പറയാണ് ഇത് സൽസബീലിന്റെ അഭിപ്രായമാകുന്നു. എന്നാൽ നിങ്ങൾ 5-6-11 മീറ്റിംഗിൽ ആദർശം മാറ്റിയപ്പോൾ മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി എഴുതിയത് നിങ്ങൾ വിചിന്തനത്തിൽ പറഞ്ഞത് ശിർക്കാണ്. യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്. മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താക്കിയിരിക്കുന്നു. ശരിക്കും തിരിച്ചോളി. ഒരു കാര്യം, ഒരു സംഘടനയെ എതിർക്കാൻ വേണ്ടി ശിർക്ക് കുഫർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ വസ്തുത മനസ്സിലാക്കണം. ജബ്ബാർ മൗലവി ഈ ചോദ്യം നമ്മൾ സ്വീകരിച്ചവർക്കവിടെ നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ ദാത്തിലാണോ, അള്ളാഹുവിന്റെ സിഫാത്തിലാണോ, അള്ളാഹുവിന്റെ അഫ്ആലിലാണോ പങ്കുചേർത്ത് ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെയാണ് ശിർക്ക് സംഭവിച്ചിട്ടുള്ളത്? ശിർക്ക് എന്ന് മേക്കെട്ടി പറഞ്ഞാൽ പോരാ. ശിർക്ക് എവിടെയാണെന്ന്
വളരെ വ്യക്തമായി എൻ്റെ സഹോദരൻ മാന്യമായി കൊണ്ടിരുന്ന് ആലോചിക്കണം. തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ജമിയത്തുൽ ഉലമ കത്ത് തന്നാൽ ഈ വിഷയം വളരെ വിശദമായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയിബാദ അടക്കൽ വിഷയം ചർച്ച ചെയ്യാം. നമ്മൾ ആ കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാന്യ സഹോദരന് എന്തെങ്കിലും ഹനീഫ് കായക്കൊടിയുമായിക്കൊണ്ട് ബന്ധമുണ്ടെങ്കിൽ ആ ജമിയത്തുൽ ഉലമയുടെ കത്ത് വേഗം വായിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൊച്ചി വെച്ച് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംവാദം നടത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷൈൻ പി ഇബ്രാഹിം എന്നാണ്, മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എൻ്റെ ഒരു സംശയം കേട്ടോ, അദ്ദേഹത്തിൻ്റെ സംശയമല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പറഞ്ഞു ജിന്നിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മളെ ജിന്നാണെന്ന് അറിയാൻ പറ്റില്ല, ഈ പറയുന്ന പോലെ മനുഷ്യനായിരിക്കാം, ആ രീതിയിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അപ്പം തന്നെ ജിന്നാണ് നമ്മൾ കരുതുന്നത് എന്തിനാണ്. അപ്പോൾ ഈ പറയുന്ന ലേഖനത്തിൻ്റെ ഈ കണ്ടന്റ് അതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം എടുത്ത് ചോദിക്കുന്നത്. പിന്നെ അടുത്ത ഇതുമായിട്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലേഖനം ഇറങ്ങിയതിന് ശേഷം ഇത് തിരുത്താനായിട്ട് ഹുസൈൻ സൽഫി അടക്കം ആളുകൾ ചെല്ലുകയും ജബ്ബാർ മൗലവിയായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത്